നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യ 150% തീരുവ ചുമത്തുന്നുവെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോളിൻ ലെവിറ്റ്. ഇന്ത്യയ്ക്കും വന്നേക്കും താരിഫ് വിരട്ട്. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ സാധ്യതയിൽ തന്ത്രങ്ങൾ മെനയാൻ വ്ളാഡിമിർ പുടിനെ അനുവദിക്കില്ലെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. 25 ലോക നേതാക്കൾ അടങ്ങുന്ന ഒരു സഖ്യത്തിന് മുന്നിൽ സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ സ്റ്റാർമർ. റഷ്യൻ സൈന്യം വളഞ്ഞുവെച്ചിരുന്നുവെന്ന് യുക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണം. വ്ളാഡിമിർ പുടിനോട് ആവശ്യവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബ്രിട്ടനിൽ ക്ഷേമ ബിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ചാൻസലർ റേച്ചൽ റീവ്സ്. നിലവിലുള്ള സംവിധാനം നികുതിദായകർക്കോ സ്വീകർത്താക്കൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നും റീവ്സ്. കുവൈറ്റിൽ സർക്കാർ മേഖലയ്ക്ക് 3 ദിവസത്തെ ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചു. ഡൽഹിയെയും ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡെറാഡൂണിനെയും ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഈ മാസം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തേക്കും. ആഗോള സാഹസിക പ്രേമികൾക്കിടയിൽ പേരെടുത്ത വാഗമൺ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾക്ക് വീണ്ടും വേദിയൊരുങ്ങുന്നു. ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് മാർച്ച് 19 മുതൽ 23 വരെ വാഗമൺ കോലാഹട്ട് മെഡിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത താരിഫ് ഭീഷണി ഇന്ത്യയ്ക്ക് നേരെ. അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യ 150% തീരുവ ചുമത്തുമെന്ന് വിലപിച്ച് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോളിൻ ലെവിറ്റ്. വിവിധ രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന തീരുവയെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു കരോളിൻ ലെവിറ്റിന്റെ പരാമർശം. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നതെന്നും അവർ ആരോപിച്ചു. അമേരിക്കൻ ചീസിനും ബട്ടറിനും കാനഡ 300% തീരുവയാണ് ചുമത്തുന്നത്. ജപ്പാൻ അരിക്ക് 700% തീരുവ ഏർപ്പെടുത്തിയിരുന്നുവെന്നും കരോളിൻ പറഞ്ഞു. അമേരിക്കൻ വ്യവസായങ്ങളുടെയും തൊഴിലാളികളുടെയും താൽപര്യം സംരക്ഷിക്കുന്ന പ്രസിഡന്റാണ് ഇപ്പോൾ തങ്ങൾക്കുള്ളതെന്നും അവർ അവകാശപ്പെട്ടു. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ സാധ്യതയിൽ തന്ത്രങ്ങൾ മെനയാൻ വ്ളാഡിമിർ പുടിനെ അനുവദിക്കില്ലെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകി. ഏകദേശം 25 ലോക നേതാക്കൾ അടങ്ങുന്ന ഒരു സഖ്യത്തിന് മുന്നിൽ സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാൻ സ്റ്റാർമർ തയ്യാറെടുക്കുകയാണ്. ഉക്രൈൻ സമാധാനം നിലനിർത്താൻ സഹായിക്കാൻ സമ്മതിച്ച രാജ്യങ്ങൾക്ക് സ്റ്റാർമർ ഒരു യോഗം സംഘടിപ്പിക്കും. ഈ ആഴ്ച കീവ് 30 ദിവസത്തെ അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതിനെ തുടർന്ന് ഉക്രൈനെതിരായ ക്രൂരമായ ആക്രമണങ്ങൾ നിർത്താൻ റഷ്യൻ പ്രസിഡന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ സ്റ്റാർമർ ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. മോസ്കോയിൽ പുടിനും US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും കൂടിക്കാഴ്ച നടത്തി. ഉക്രൈനിലെ US നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചകൾ ഫലപ്രദമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് പറഞ്ഞു. ഭയാനകമായ യുദ്ധം അവസാനിപ്പിക്കാൻ വളരെ നല്ല അവസരം ചർച്ചകൾ നടന്നതായി ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. റഷ്യൻ സൈന്യം വളഞ്ഞുവെച്ചിരിക്കുന്ന ഉക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്നും വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു. രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തുറന്നിട്ട ചർച്ചയാണ് നടന്നത്. എന്നാൽ ആയിരക്കണക്കിന് ഉക്രൈൻ സൈനികർ റഷ്യൻ പട്ടാളത്തിന്റെ അധീനതയിലാണ്. അവരുടെ ജീവന് ആപത്തുണ്ടാകരുതെന്നാണ് ട്രംപ് പുടിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസമായി കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായി സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ 10 വിക്ഷേപിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 കുതിച്ചുയർന്ന പേടകത്തിൽ 4 ബഹിരാകാശ യാത്രികരാണുള്ളത്. ISSലേക്ക് നാസയും പങ്കാളികളും അടുത്ത ഗവേഷണ സംഘത്തെ അയക്കുന്നതിനായാണ് ക്രൂ 10 ദൗത്യം വിക്ഷേപിക്കുന്നത്. ബ്രിട്ടനിൽ ക്ഷേമ ബിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യത്തിൽ ചാൻസലർ റേച്ചൽ റീവ്സ് ഉറച്ചു നിൽക്കുന്നതായി റിപ്പോർട്ട്. നിലവിലുള്ള സംവിധാനം നികുതിദായകർക്കോ സ്വീകർത്താക്കൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്നതില്ലെന്നും റീവ്സ് പറഞ്ഞു. ക്ഷേമ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന വെട്ടിക്കുറവുകളുടെ ആഘാതത്തെക്കുറിച്ച് ലേബർ MPമാരുടെ ആശങ്കകൾക്കിടയിലാണ് ചാൻസലറുടെ ഈ അഭിപ്രായം. വികലാംഗർക്കുള്ള പേയ്മെന്റുകളിൽ സാധ്യമായ മാറ്റങ്ങൾ സ്വീകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. രാജ്യത്തെ ഉയർന്ന ഊർജ്ജ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യവുമായി ബ്രിട്ടനിലെ സ്റ്റീൽ നിർമ്മാതാക്കൾ മറ്റ് വ്യവസായ ഊർജ്ജ ഉപഭോക്താക്കളും രംഗത്തെത്തി. ഖന വ്യവസായത്തിന് പിച്ച് നൽകാൻ പരമാവധി ഊർജ്ജ വില കുറച്ച് നിശ്ചയിക്കണമെന്ന് വ്യാപാര ഗ്രൂപ്പായ UK സ്റ്റീൽ ആവശ്യപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ കമ്പനികൾ നേരിടുന്നതിനാൽ ഫ്രാൻസിനെയും ജർമ്മനിയെയും നേരിടാൻ ഈ നീക്കം കൂടിയേ തീരൂ എന്നാണ് വ്യവസായികളുടെ ആവശ്യം. കുവൈറ്റിലെ സർക്കാർ മേഖലയ്ക്ക് ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചു. ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച മന്ത്രിസഭയുടെ പ്രതിവാര യോഗം ചേർന്നിരുന്നു. ഈദുൽ ഫിത്തറിന്റെ ആദ്യ ദിവസം 2025 മാർച്ച് 30 ഞായറാഴ്ചയാണെങ്കിൽ ഈദുൽ ഫിത്തറിന്റെ ഭാഗമായി എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും 3 ദിവസത്തെ അവധി നൽകാൻ കൗൺസിൽ സെക്ഷൻ അംഗീകാരം നൽകി. തുടർന്ന് ഏപ്രിൽ 2 ബുധനാഴ്ച പ്രവൃത്തി ദിവസം പുനരാരംഭിക്കും. കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കാനുമുള്ള നീക്കവുമായി ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും
ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക കമ്പനികളുമായി GCC അധികൃതർ ചർച്ച ആരംഭിച്ചതായാണ് വെളിപ്പെടുത്തൽ. മെറ്റയുടെ റീജിയണൽ സെയിൽസ് ഡയറക്ടർ അഷ്റഫ് കൊഹൈൽ ദുബായിൽ നടന്ന ഒരു കോൺഫറൻസിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗ്രൂപ്പ് IBയുടെ ഏറ്റവും പുതിയ ഹൈടെക് ക്രൈം ട്രെൻഡ്സ് റിപ്പോർട്ട് 2025 പ്രകാശത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്താക്കുറിപ്പ് വ്യാജമാണെന്ന് സ്ഥിരീകരിച്ച് അധികൃതർ. ഭക്ഷ്യ ഉൽപ്പന്ന ജനറൽ ട്രേഡിംഗ് മേഖലയിൽ ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികൾ UAEയിലെ ചില കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും ഇടപാട് നടത്തുമ്പോഴും ജാഗ്രത പുലർത്തണമെന്ന രീതിയിലാണ് വ്യാജ വാർത്താക്കുറിപ്പ് പ്രചരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള യാതൊരുവിധ അറിയിപ്പും പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ ലഹരിമരുന്നുമായി ഇന്ത്യക്കാരൻ പിടിയിലായി. ജീസാനിൽ വെച്ച് സൗദി സുരക്ഷാ സേനയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 25 കിലോയോളം ഹാത്ത് കണ്ടെടുത്തു. വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയതെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി പ്രതിയെ ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. മദീനയിലെ പ്രവാചക പള്ളിയിൽ എത്തുന്ന തീർത്ഥാടകർക്കും വിശ്വാസികൾക്കും ചൂടിൽ നിന്നും ആശ്വാസമേകി ഓട്ടോമേറ്റഡ് കുടകൾ. പള്ളിയുടെ മുറ്റത്തായി 250ഓളം ഓട്ടോമേറ്റഡ് കുടകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തണലും തണുപ്പുമേറിയ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഈ കുടകൾ സ്വയം പ്രവർത്തിക്കുന്ന നിലയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് സന്ദർശകർക്ക് പ്രാർത്ഥനാ കർമ്മം നിർവഹിക്കുന്നതിന് കൂടുതൽ സുഖകരമാക്കുന്നു. പള്ളിയുടെ മുറ്റങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ കുടകൾക്ക് കീഴിൽ 2 ലക്ഷത്തിലധികം പേർ നിസ്കരിക്കാവുന്നതാണ്. സൗദി അറേബ്യയിലെ അൽ ഉല പ്രദേശത്ത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ വിട്ടയച്ചു. നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫും അൽ ഉല റോയൽ കമ്മീഷനും ചേർന്നാണ് ഹെഗ്ര വാദി നഹ്ല റിസർവുകളിൽ 16 സ്പീഷീസുകളെ തുറന്നുവിട്ടത്. 6 മലയാടുകളെയും 4 എഡ്മി ആൻഡോസോപ്പുകളും ഹെഗ്ര റിസർവിലേക്ക് തുറന്നുവിട്ടു. വാദി നഹ്ല 6 മലയാടുകളെയാണ് വിട്ടയച്ചത്. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഡൽഹിയെയും ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡെറാഡൂണിനെയും ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഈ മാസം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തേക്കും. 4 ഘട്ടമായാണ് നിർമ്മാണം. ഡൽഹിയിലെ പ്രശസ്തമായ അക്ഷർധാം ക്ഷേത്രത്തിന് സമീപത്തായി മുംബൈ എക്സ്പ്രസ് വേ തുടങ്ങിയ ഉത്തർപ്രദേശിലെ ബാഗ്പത് വരെ എത്തുന്ന 32 കിലോമീറ്റർ ദൂരമാണ് പൂർത്തിയായത്. ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇപ്പോൾ 1 മണിക്കൂറിലധികം വേണ്ടിവരും. എക്സ്പ്രസ് വേയിലൂടെ 25 മുതൽ 30 മിനിറ്റ് വരെ മതിയാകും. ഡെറാഡൂണിന് സമീപമുള്ള ദത്കലി ആശാറോദി 3.5 കിലോമീറ്റർ ദൂരത്തെ 6 വരി പാത ഗതാഗതത്തിന് തുറന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെയും പ്രസ്താവനകളെയും വിമർശിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധി പർവതേനി ഹരീഷാണ് ഈ ശക്തമായ പരാമർശം നടത്തിയത്. അയൽ രാജ്യത്തിന്റെ മതഭ്രാന്ത് നിറഞ്ഞ മനോഭാവം, വർഗീയതയുടെ റെക്കോർഡ് എന്നീ പരാമർശങ്ങൾ നടത്തിയാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. അതേസമയം കാശ്മീർ പ്രദേശം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇനി കേരള ഹൈലൈറ്റ്സ്. ലോക്സഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ തമിഴ്നാടിന് പുറമെ എതിർപ്പുമായി കേരളവും. ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രത്തിൻ്റേത് ധൃതി പിടിച്ച നീക്കമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക തീർക്കണമെന്നും അഭിപ്രായ സമന്വയത്തിലൂടെയാകണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ സമരം അനാവശ്യമാണെന്ന് EP ജയരാജൻ. ഇപ്പോൾ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ചില ദുഷ്ടശക്തികളുടെ തലയിൽ ഉദിച്ചതാണെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ആശാ വർക്കർമാരുടേത് സേവന മേഖലയായിരുന്നു. തങ്ങൾ സമരത്തിന് എതിരൊന്നുമല്ല. പക്ഷേ ഇത് വേണ്ടാത്തതും രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള ഈ സമരം ചിലരുടെ ബുദ്ധിയിൽ നിന്നും ഉദിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ആഗോള സാഹസിക പ്രേമികൾക്കിടയിൽ പേരെടുത്ത വാഗമൺ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾക്ക് വാഗമണിൽ വീണ്ടും വേദിയൊരുങ്ങുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള സാഹസിക ടൂറിസ്റ്റ് പ്രൊമോഷൻ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് മാർച്ച് 19 മുതൽ 23 വരെ വാഗമൺ കോലാഹലമേട്ടിൽ നടക്കും. 6 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ 11 രാജ്യങ്ങളിൽ നിന്നായി 86 മത്സരാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. വാഗമണിൽ നിന്നും 4 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോലാഹലമേട്ടിൽ അഡ്വഞ്ചർ പാർക്കിലാണ് പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾ നടക്കുന്നത്. ഫെഡറേഷൻ ഓഫ് എയറോനോട്ടിക് ഇന്റർനാഷണൽ, എയ്റോ ക്ലബ്സ് ഓഫ് ഇന്ത്യ എന്നിവയുടെ അംഗീകാരത്തോടെയും സാങ്കേതിക സഹകരണത്തോടെയുമാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫ്ലൈ വാഗമൺ ആണ് പരിപാടിയുടെ പ്രാദേശിക സംഘാടകർ. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ടിന് 112.45 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 86.95 ഇന്ത്യൻ രൂപ, 1 യൂറോ 94.60 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. IPLൽ പുതിയ സീസണിന് തയ്യാറെടുക്കുന്ന രാജസ്ഥാൻ റോയൽസിനും ആരാധകർക്കും ആശ്വാസമേകി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ വീണ്ടും കളത്തിലേക്ക്.
കൈവിരലിനേറ്റ പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരം അധികം വൈകാതെ കളത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ട്. ബാറ്റിംഗിൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായ സഞ്ജു വിക്കറ്റ് കീപ്പിംഗിന്റെ കാര്യത്തിലും ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ പച്ചക്കൊടിക്കായി കാത്തിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ. അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യ 150% തീരുവ ചുമത്തുന്നുവെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോളിൻ ലെവിറ്റ്. ഇന്ത്യയ്ക്കും വന്നേക്കും താരിഫ് വിരട്ട്. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ സാധ്യതയിൽ തന്ത്രങ്ങൾ മെനയാൻ വ്ളാഡിമിർ പുടിനെ അനുവദിക്കില്ലെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. 25 ലോക നേതാക്കൾ അടങ്ങുന്ന ഒരു സഖ്യത്തിനു മുന്നിൽ സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ സ്റ്റാർമർ. റഷ്യൻ സൈന്യം വളഞ്ഞുവെച്ചിരുന്നുവെന്ന് യുക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണം. വ്ളാഡിമിർ പുടിനോട് ആവശ്യവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബ്രിട്ടനിൽ ക്ഷേമ ബിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ചാൻസലർ റേച്ചൽ റീവ്സ്. നിലവിലുള്ള സംവിധാനം നികുതിദായകർക്കോ സ്വീകർത്താക്കൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നും റീവ്സ്. കുവൈറ്റിൽ സർക്കാർ മേഖലയ്ക്ക് 3 ദിവസത്തെ ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചു. ഡൽഹിയെയും ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡെറാഡൂണിനെയും ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഈ മാസം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തേക്കും. ആഗോള സാഹസിക പ്രേമികൾക്കിടയിൽ പേരെടുത്ത വാഗമൺ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾക്ക് വീണ്ടും വേദിയൊരുങ്ങുന്നു. ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് മാർച്ച് 19 മുതൽ 23 വരെ വാഗമൺ കോലാഹട്ട് മെഡിൽ നടക്കും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.